ഹലോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രക്കോലി എഗ് ഫ്രൈ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഞാനിവിടെ 250 ഗ്രാംസിൻ്റെ ഒരു ബ്രക്കോലിയാണ് എടുത്തിരിക്കുന്നത്. അതിനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കുകയാണ്. ഈ ബ്രക്കോലി ക്ലീൻ ചെയ്യാം. ഇതിനെ 2 പ്രാവശ്യം കഴുകി ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുകയാണ്. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ഇതിനെ ഒരു 20 മിനിറ്റ് ഇങ്ങനെ വെച്ച് പിന്നീട് അതിൻ്റെ വെള്ളമെല്ലാം മാറ്റും. ഇനി ഞാനൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് 5 അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണമായി മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായി ചൂടായി വരുന്ന സമയത്ത് പൊടിയായി അരിഞ്ഞ് ഒരു വലിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അര ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ ഉള്ളി ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി നന്നായിട്ട് ട്രാൻസ്പാരൻ്റ് ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ബ്രൊക്കോളിയിൽ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതിനെ നന്നായി ഇളക്കി വേവിച്ചെടുക്കുക. ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റി പോയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വണക്കിയെടുക്കാനായിട്ട്. ഇത് നന്നായി വെന്ത് വരും. ഈ സമയത്ത് ഒരു 3 മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ 2 മുട്ട എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നമ്മുടെ ബ്രൊക്കോളി ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട് ഈ മിക്സ് ചെയ്തിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിങ്ങനെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്തേ നമ്മളിത് ഇളക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനെല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയും ബ്രൊക്കോളിയും നന്നായി ഒന്ന് മിക്സായി വരണം. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെയും കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. ബ്രൊക്കോലി എഗ് ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്